ബഹുമാനരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ, പാർട്ടിയുടെ ജില്ലാധ്യക്ഷനടക്കമുള്ള നേതാക്കന്മാർ, ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന കഴുതക്കാമം എന്താ പറയാ കരഞ്ഞു തീർക്കുക എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ തെമ്മാടി തരത്തിലേക്കാണ് പോകുന്നത്. ആരുടെ ബോർഡിലേക്കാണ് ഇവർക്ക് കരിയോയിൽ ഒഴിക്കാനും അതുപോലെ തന്നെ ചെരുപ്പുമാലയിടാനും അതിന് കാക്കിയിട്ടവന്മാരുടെ സംരക്ഷണം കൊടുക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ അഭ്യാസ തരങ്ങളും കാണിച്ച് നാട്ടാലുണ്ടെങ്കിൽ നാറികളെ നിങ്ങൾ മത്സരിച്ച് ഞങ്ങളുടെ മുമ്പിൽ ജയിക്ക്. അല്ലാതെ രാഷ്ട്രീയപരമായ പാപ്പരത്വം കാണിക്കുന്നിടത്തല്ല നിങ്ങളുടെ നിലപാടുകൾ എന്ന് പറയപ്പെടുന്നത്. എവിടെയായിരുന്നു VS സുനിൽകുമാർ എന്ന് പറയപ്പെടുന്നവൻ? എവിടെയായിരുന്നു ഈ തൃശൂർ മത്സരിക്കുന്ന സമയത്ത് നിങ്ങൾ കൂട്ടുനിന്നു കൊടുത്ത TM മുരളീധരൻ എന്ന് പറയപ്പെടുന്നവൻ? സുരേഷ് ഗോപി 5 വർഷം ഇവിടെ ഉണ്ടായിരുന്നിട്ടും, നിങ്ങളുടെ സുനിൽകുമാർ ഇവിടെ വർഷം ഉണ്ടായിരുന്നിട്ടും, ഇവിടെ MLA ആയിരുന്നവൻ തോറ്റ് തുന്നം പാടി പുറകോട്ട് പോയ സമയത്ത് അതിന്റെ ധിക്കാരമോ അതിന്റെ ധൈര്യമോ അതിന്റെ കണ്ണീരോ തീർക്കാനുള്ള ഇടമില്ല MP-യുടെ ഓഫീസ് എന്നുള്ളത് CPM-ന്റെ വേട്ടന്മാർ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്താണ് കരുതുന്നത്? ഇവിടെ വോട്ട് ചേർത്തി ആരാ വോട്ട് ചേർത്തിയ ചരിത്രം ഈ കേരളത്തിലുള്ളത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വീടുകൾ, അവരുടെ ഓഫീസുകൾ, അവരുടെ CIT-യുടെ ഓഫീസുകൾ, അവരുടെ നിരവധി ഓഫീസുകളെല്ലാം കൃത്യമായിട്ട് 80, 100, 150 വോട്ടുകൾ ചേർത്തി അതിലൂടെ വോട്ട് ബൂത്ത് പിടുത്തം നടത്തി അതിലൂടെ കള്ളവോട്ടുകൾ ചെയ്ത് ഇവരൊക്കെ നടത്തിയിരുന്ന ഈ രാഷ്ട്രീയ പാപ്പരത്വം ഇന്ന് അത് BJP-യുടെ നെഞ്ചത്തേക്ക് BJP ജയിക്കുമ്പോൾ അങ്ങ് കെട്ടിവെക്കാമെന്ന് ഇവർ കരുതിയാൽ, അതിന്റെ പേരിൽ ഇവിടെ ഒരുത്തിനെ വിട്ട് ഇവരങ്ങൊരു അഭ്യാസം കളിക്കാമെന്ന് പറഞ്ഞാൽ, അത് തൃശ്ശൂരിനകത്ത് ഒരു പാർലമെന്റ് സീറ്റിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള പ്രാപ്തി ഈ പാർട്ടിക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ പോലെയുള്ളവരൊക്കെ കൈകാര്യം ചെയ്യാനും നിന്നെ പോലെയുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാനും ഈ പാർട്ടിയും മനസ്സിലാക്കിക്കൊള്ളുക. എവിടെയാണ് നിങ്ങളുടെ രാഷ്ട്രീയം ഉണ്ടാകുന്നത്? പോയി ചോദിക്കണം CPI-യുടെ ഓഫീസിലെ സുനിൽകുമാർ എന്ന് പറയപ്പെടുന്ന നിലവയുണ്ടല്ലോ, സ്വന്തം പഞ്ചായത്തിൽ എന്തുകൊണ്ട് അവൻ പുറകെ പോയി എന്ന് ചോദിക്കാൻ നട്ടല് കാണിക്കണം കമ്മ്യൂണിസ്റ്റുകാരാ. സ്വന്തം ബൂത്തിൽ എന്തുകൊണ്ട് സുനിൽ പരാജയപ്പെട്ടു എന്ന് ചോദിക്കാനുള്ള നട്ടല് കാണിക്ക്. സ്വന്തം മണ്ഡലത്തിൽ ആരാ തൃശ്ശൂരിലെ MLA? ബാലേന്ദ്രനല്ലേ? ഓന്റെ പ്രവർത്തനം കൊണ്ട് എന്താ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കാഞ്ഞ്? ആരാ ഒല്ലൂര്? അന്റെ മന്ത്രി രാജയല്ലേ? എന്നിട്ട് എന്താ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കാഞ്ഞ്? ആരാ പുതുക്കാട്? രാമേന്ദ്രനല്ലേ? നിങ്ങളെ ഈ ജില്ലവല്ലേ? എന്താ നിങ്ങൾക്ക് സാധിക്കാഞ്ഞ്? ആരാ നാട്ടികയിൽ മുകുന്ദൻ? CPI-യുടെ മുകുന്ദനല്ലേ? എന്താ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ സാധിക്കാഞ്ഞത്? ആരാ ഇരിഞ്ഞാലക്കുടയിലെ കൊടികുത്തി വാന്ന ബിന്ദു ടീച്ചറല്ലേ? എന്താ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ സാധിക്കാഞ്ഞത്? ആരാ മണലൂര്? മുരളിയില്ല അവിടെ? മുരളിക്ക് എന്തേ ഇവർക്ക് ലീഡ് നേടിക്കൊടുക്കാൻ സാധിക്കാഞ്ഞത്? അപ്പൊ പരാജയപ്പെട്ടവൻ മുരളി, പരാജയപ്പെട്ടവൻ രാമേന്ദ്രൻ, പരാജയപ്പെട്ടവൻ ബാലേന്ദ്രൻ, പരാജയപ്പെട്ടവൻ രാജൻ, പരാജയപ്പെട്ടവൻ മുകുന്ദൻ. ഇനി കുന്നംകുളത്ത് ചെന്നാൽ അവിടെയും നിങ്ങൾ പരാജയപ്പെട്ടു. കുന്നംകുളത്തല്ല, ഗുരുവായൂരിൽ ചെന്നാൽ അവിടെയും നിങ്ങൾ പരാജയപ്പെട്ടില്ലേ? എന്നിട്ട് അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ ദയനീയത, അതിന്റെ സങ്കടം പോയി പാർട്ടി ഓഫീസിൽ പോയി നെഞ്ചത്തടിച്ച് കരയണോ? അതിനെ കൂട്ടുന്നവരല്ലേ ഈ ഓഫീസിൽ ഇരിക്കുന്നവർ? ആരവിയല്ലമാര് ഒരു പാട്ടമടക്കാൻ പോയിരിക്കുകയായിരുന്നോ? ഇവിടെ വോട്ട് ചേർക്കുന്ന സമയത്ത് ഇവിടെ വോട്ടുകൾ ചേർത്ത് അത് കൃത്യമായി രേഖ കൊടുത്ത് അത് ചട്ടപ്രകാരം ലിസ്റ്റിൽ വരുത്തി ആ ലിസ്റ്റ് പ്രകാരം കൃത്യമായി വോട്ട് ചെയ്യാൻ ഇവിടെ അധികാരമുള്ളപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയ ഇലക്ട്രൽ ലിസ്റ്റിൽ ഉള്ള പേരുകാർക്ക് ആധാർ കാർഡുമായി വന്നാൽ വോട്ട് ചെയ്യാമെന്ന് ഭാരതത്തിൽ നിയമമിരിക്കെ ആ നിയമപ്രകാരം ചെയ്ത വോട്ടുകൾ അത് കള്ളപ്പരമായി ചേർത്തിട്ടാണെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ഇരിക്കുന്നത് ഈ പാർട്ടി ഓഫീസിലാണ്. ആ പാർട്ടി ഓഫീസിൽ അവർ ചെയ്ത കള്ളത്തരങ്ങൾ ഇതാ പൊളിയാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അതിന് കാണിക്കുന്ന ഗിമ്മിക്കുകൾ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ നട്ടലുണ്ടെങ്കിൽ ജയിക്ക്. സുരേഷ് ഗോപിയോട് മുട്ടി ജയിക്കാൻ നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ സാധിക്കേ. അതിനുശേഷം ഞങ്ങളോട് നിങ്ങൾ വർത്തമാനം പറയാൻ വാ. നിങ്ങളുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എന്റെ സുനിൽകുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പരാതി ഉന്നയിക്കാഞ്ഞ് ആർക്കെതിരെ സുനിൽകുമാർ പരാതി ഉന്നയിച്ചേ? ഇടതുപക്ഷത്തിന്റെ ചെയർമാൻ ആരാ? നിങ്ങൾക്കറിയാലോ, മുൻ സംസ്ഥാന സമിതി അംഗം CPM-ന്റെ ഓനായിരുന്നില്ലേ ഇവിടുത്തെ ചെയർമാൻ? അദ്ദേഹം വേണ്ട പോലെ കൈകാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞതാരാ? സുനിലല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചതിച്ചു പറഞ്ഞതാരാ? സുനിലല്ലേ? താമര ചെളിയിൽ വിരിയുന്നു, ഞാൻ ലോകസഭയിൽ ഉണ്ടായിരിക്കും സ്വപ്നം കണ്ടതാരാ? സുനിലല്ലേ? എന്നിട്ട് സ്വപ്നം പൊളിഞ്ഞ സമയത്ത് അരിയും തിന്ന് നാട്ടുകാരെയും കടിച്ച് പാർട്ടിക്ക് മുറുമുറുപ്പ് എന്ന രീതിയിൽ സുനിൽ കിടന്ന് കരഞ്ഞാൽ, സുനിൽ കിടന്ന് മോങ്ങിയാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ബാധ്യത കേരളത്തിലെയോ തൃശ്ശൂരിലെയോ BJP-യുടെ നേതാക്കന്മാർക്കോ പ്രവർത്തകർക്കോ സാധാരണക്കാർക്കോ ഇല്ല. തൃശ്ശൂരിലെ വോട്ടർമാരെ വെല്ലുവിളിക്കല്ലേ സുനിൽ ചെയ്യുന്നേ?
തൃശ്ശൂരിലെ വോട്ടർമാർ 2019, 2021, 2024 എത്ര വോട്ടുകളുണ്ട്? എത്ര വോട്ടുകൾ വർദ്ധിച്ചു? എവിടെ പോയി കോൺഗ്രസിന്റെ വോട്ടുകൾ? എവിടെ പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ? ആ വോട്ടുകൾ ബിജെപിയിലേക്ക് വരുന്നുണ്ട്, ബിജെപിയിൽ വന്നിട്ടുണ്ട്, ബിജെപിയിൽ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഇഷ്ടം. അതിനെ തടയാൻ നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് MLA-മാർക്ക് സാധിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ മുൻ MP-മാർക്ക് സാധിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ ഇങ്ങനെ അണിഞ്ഞു നിരക്കുന്ന എത്തിക്കണ്ടപ്പന്മാർക്ക് സാധിച്ചില്ലെങ്കിൽ, എത്തിക്കണ്ടപ്പന്മാർക്ക് സാധിച്ചില്ലെങ്കിൽ അതിന്റെ കുറ്റം BJP-ക്കാണോ സുരേഷ് ഗോപിക്കാണോ? അത് സ്വന്തം പാർട്ടി ഓഫീസിൽ മീറ്റിംഗ് കൂടി തീരുമാനിച്ചപ്പോ നിങ്ങൾ ഈ വോട്ടേഴ്സിന്റെ പ്രശ്നം പറഞ്ഞോ? നിങ്ങൾ ഈ പ്രശ്നം പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എപ്പോഴാണ് പൊട്ടിമുളയ്ക്കപ്പെടുന്നത്? ഇപ്പൊ രാഹുൽ എന്ന് പറയപ്പെടുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃത്വത്തിലിരിക്കുന്ന ഏറ്റവും വലിയ വിദ്യാസുരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ പോലും ഇല്ലാതെ അയാളുടെ വാക്കും കേട്ട് ഇങ്ങനെ പേറി നടക്കുക. അത് നടക്കുമ്പോ അതിന്റെ ചൊരക്ക് തീർക്കേണ്ടത് സുരേഷ് ഗോപിയുടെ ഓഫീസിന്റെ മുമ്പിലല്ലെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. നിങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ നിർത്ത്, നിങ്ങൾ കൂലിക്ക് കൊടുത്ത് നിങ്ങളുടെ അടുക്കാൻ ഇറങ്ങിയതായിട്ടുള്ള പോലീസുകാരെല്ലാം അത്തിക്കൊടുത്തു കൊടുക്ക്. ഞങ്ങൾക്ക് അതിനൊന്നൊരു ഭയമില്ല. ഇന്ന് ഇവിടെ ഈ സമയത്ത് ഇത്ര പേരുണ്ടെങ്കിൽ നമുക്ക് കാണാം, നാളെയും മറ്റന്നാളും കാണാം. ആയിരക്കണക്കിന് പ്രവർത്തകരെ നിർത്തി ഞങ്ങളും കൈകാര്യം ചെയ്യാം. നാട്ടിലുണ്ടെങ്കിൽ മുട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുരേഷ് ഗോപിയോട് കൊഞ്ഞനം കുത്താൻ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ കോടിച്ച് പട്ടികൾ ചമ്പിളിയമ്മ അവനെ നോക്കി കുറച്ചാൽ അതിന്റെ പ്രഭ നരേന്ദ്രമോദി ക്യാബിനറ്റിലാണ്. കൃത്യമായി ഇടതുപക്ഷം പറഞ്ഞോ, തൃശൂർ കോർപ്പറേഷനിൽ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് തിരശീല വീഴുമെന്നുറപ്പുള്ള സമയത്ത് അവർക്ക് വെപ്രാളം കാണും. ആ വെപ്രാളത്തിന്റെ ഉത്തരവാദിത്വം BJP ഏറ്റെടുക്കുന്നില്ല. പക്ഷേ ഇനിയുള്ള കാലഘട്ടം ഈ തൃശൂരങ്ങാടിയിൽ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളാകുന്നത് BJP-യുടെ MLA-മാരും BJP-യുടെ കൗൺസിലർമാരും BJP-യുടെ MP-മാരുമായിരിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എഴുതി വെച്ചോ. അന്ന് ഈ കാർഷിക ഓഫീസിൽ നിങ്ങൾ പറയേണ്ടി വരും, ദാസ വിജയ നമുക്കൊരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു, അത് BJP-ക്കാർ കൊണ്ടുപോയി. എന്നെങ്കിലും നമ്മുടെ തലമുറയ്ക്ക് once upon a time CPIM എന്ന് പറയപ്പെടുന്ന നശിച്ച ഒരു സംഘടന ഈ രാജ്യത്തുണ്ടായിരുന്നുവെന്ന് ചരിത്രം പഠിപ്പിക്കേണ്ട ഗതികേടിലേക്ക് നിങ്ങളെ ചട്ടക്കൂടിലേക്ക് ഞങ്ങൾ നിർത്തുകയുള്ളൂ എന്ന് സുരേഷ് ഗോപിയുടെ നെഞ്ചത്തേക്കൊന്ന് നിങ്ങൾ വരണ്ട. സുരേഷ് ഗോപി അതും കൊണ്ടൊന്നും പേടിക്കില്ല. അല്ലെങ്കിൽ ഈ പേട്ടക്കടുക്കൾ കാണിച്ചാൽ പേടിക്കുന്നവരാണ് സുരേഷ് ഗോപി. ഇതിനേക്കാൾ വലിയ പെരുന്നാൾ കണ്ടിട്ട് സുരേഷ് ഗോപി ഭയപ്പെട്ടിട്ടില്ല. സുരേഷ് ഗോപിക്ക് വോട്ട് മേടിക്കാനും അറിയാം, സുരേഷ് ഗോപിക്ക് പ്രവർത്തിക്കാനും അറിയാം, സുരേഷ് ഗോപിക്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്നും അറിയാം, സുരേഷ് ഗോപിക്ക് എവിടെ പ്രവർത്തിക്കണമെന്നും അറിയാം, സുരേഷ് ഗോപിക്ക് വികസനം എങ്ങനെ കൊണ്ടുവരണമെന്നും അറിയാം. സുരേഷ് ഗോപിയൊന്നും പഠിപ്പിക്കാൻ ആയിട്ടില്ല മക്കളെ നിങ്ങൾ ആരും. സുനിൽകുമാർ ഇനിയും 4.5 വർഷം കരയും. അത് കഴിഞ്ഞാൽ നിയമസഭയിൽ സീറ്റ് കിട്ടിയാൽ ഓൻ അപ്പോഴും കരയേണ്ടി വരും. തോറ്റ് തുന്നമ്പാടി തൃശൂർ അങ്ങാടിയിൽ തൊപ്പിയിട്ട് നടക്കുന്നത് കാണാം സുനിൽകുമാറിനെ. ഒരു സംശയവും വേണ്ട. അടുത്ത പാർലമെന്റിൽ സുനിൽകുമാറെ വെല്ലുവിളിക്കുന്നു. നാട്ടിലുണ്ടെങ്കിൽ മത്സരിക്കണോ BJP-ക്കൊപ്പം? അന്ന് ഞങ്ങൾ 3ാം സ്ഥാനത്തേക്ക് എത്തിക്കും എന്നുള്ളത് ഇവിടെ പ്രതിജ്ഞ എടുക്കാൻ സുനിൽകുമാറെ 3ാം സ്ഥാനത്തേക്ക് എത്തി ഞങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ ഏത് വ്യക്തികളോടും രാഷ്ട്രീയമാകാം. അത് ആദർശമാകണം, അത് പ്രത്യയശാസ്ത്രമാകണം, അത് രാഷ്ട്രീയ ലക്ഷ്യമാകണം, അത് വികസനമാകണം, അത് സമൂഹത്തോടുള്ള കാഴ്ചപ്പാടായിരിക്കണം. അല്ലാതെ തോറ്റ സമയത്ത് വെലോളിച്ച് അനാവശ്യമായ തൃശൂർ പൂരം കൊണ്ട് നടന്നില്ലേ? എന്താ ജോസ് വള്ളൂര് പോയത്? എന്താ അനിലക്കർ പോയത്? എന്താ MP വിൻസെന്റ് പോയത്? മുരളീധരൻ എന്താ പറഞ്ഞേ? ഇടത്ത് നിന്ന് അനിലും വലത്തു നിന്ന് വിൻസെന്റും ഞങ്ങളെ പറ്റിച്ചു. മുന്നിൽ നിന്ന് ആര് പറ്റിച്ചു? വള്ളൂര് പറ്റിച്ചു. പിന്നെ പ്രതാപൻ ഇങ്ങനെ തലോടി കൊടുത്ത് അയരിക്ക് വെച്ചു കൊടുത്തു. പറഞ്ഞത് ഞങ്ങളല്ല, കെ മുരളീധരനാ. എന്നിട്ട് ഇപ്പോ തൃശൂർ പൂരം കലക്കിപ്പോൻ വീണ്ടും തലപൊന്തിച്ചു വന്നു. പൂരം അതും കഴിഞ്ഞു. അപ്പൊ ദേവട്ട് വന്നിരിക്കുന്നു വേറെ വാറോല. അന്റെ വാറോല കെട്ടിമുക്കി കോഴിക്കോട്ട് കൊണ്ടുവച്ചോ. അത് തൃശ്ശൂരങ്ങാടിൽ ചെലവാവില്ലെന്ന് മുരളീധരനും മനസ്സിലാക്കിക്കൊള്ളുക. 50 കൊല്ലം കഴിഞ്ഞാലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അപ്പുറത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയോ ഈ തൃശ്ശൂരങ്ങാടിയിൽ ഇനി MLA-മാരുണ്ടാകില്ല, MP-മാരും ഉണ്ടാകില്ല. അത്രയ്ക്കും പ്രാപ്തിയുള്ള രാഷ്ട്രീയ സംഘടനാ സംവിധാനത്തിലേക്ക് BJP വളർന്നു കഴിഞ്ഞുവെന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ കഴിവുകളോടോ നെഞ്ചത്തടിച്ച് നിലവിളി
വെച്ച് അവിടെ ഇരുന്നോ. വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ രാഷ്ട്രീയ സമരം അതൊരു സൂചന സമരമാണ്. വരും ദിവസങ്ങളിൽ നിങ്ങൾ ഈ യുദ്ധം തുടങ്ങിയ ഒരു സംശയവും വേണ്ട. BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കൃത്യമായി തന്നെ ആ യുദ്ധത്തെ ഞങ്ങൾ പ്രതിരോധിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിൽ പ്രതിരോധിക്കും. നാട്ടാലുണ്ടെങ്കിൽ തടയേ, അതിന് പ്രാപ്തിയുള്ളവനുണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് വാ. ഞങ്ങളത് വെല്ലുവിളി തന്നെ എടുക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരനോടുള്ള വെല്ലുവിളി, കോൺഗ്രസുകാരനോടുള്ള വെല്ലുവിളി. നാട്ടിലുണ്ടെങ്കിൽ നീ സുരേഷ് ഗോപിയോ ഞങ്ങളോടോ BJPയോടോ സംവിധാനത്തിനോടോ എതിർക്കാൻ തെരുവിലേക്ക് വാ. നമുക്ക് കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായ ഇടപെടലുകളുടെ BJP നടത്തുന്നതിന്റെ തുടക്കം മാത്രമാണ്. ഭാവിയിൽ കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.